നമസ്കാരം. ഭക്ഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒരിക്കലും തീരില്ല അല്ലേ? പ്രമേഹവും ഭക്ഷണവും, പ്രമേഹത്തിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എപ്പോൾ കഴിക്കണം, എത്രത്തോളം കഴിക്കണം, ഒരിക്കലും തീരില്ല. അതെ, നമ്മളെല്ലാവരും ജീവിക്കുന്ന തന്നെ ഉദരനിമിത്തം ഭൂകൃതവേഷം എന്ന് പറയുന്ന പോലെ ജീവിക്കുന്ന തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. പ്രമേഹ രോഗികൾ അങ്ങനെ തന്നെ. പ്രമേഹ രോഗികൾ ഒരിക്കലും നമ്മൾ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിക്കരുത്, അത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെ ഡയബറ്റിക് കെയർ ഇന്ത്യ ഈ അടുത്ത കാലത്ത് പ്രമേഹവും ആഹാരവും എന്ന വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രശസ്ത ഡയറ്റീഷ്യൻ സിന്ധു മാഡവുമായിട്ടുള്ള ആ സംഭാഷണം ഉൾപ്പെടെ അതിൻ്റെ ഇനി എപ്പിസോഡിൽ വരുന്നുണ്ട് കേട്ടോ. കാണാൻ മറക്കേണ്ട പുതിയ പുതിയ എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും വളരെ വ്യത്യസ്തമായതും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ രസകരമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റർടൈനിങ്ങും ഇൻഫർമേറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ചില നുറുങ്ങുകൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണ സംബന്ധമായ ചില കാര്യങ്ങളാണ്. ഞാൻ ഈയിടെ അടുത്ത കാലത്ത് വായിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇതിൽ ചിലതൊക്കെ വളരെ കൗതുകകരമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഏറ്റവും പുതിയതായിട്ട് വായിച്ച ഒരു പോയിന്റ്, അതായത് സ്ട്രോബെറീസ് ഉണ്ടല്ലോ. സ്ട്രോബെറീസ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് അല്ലേ? മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന സാധനം. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ സുപരിചിതമാണ് സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞാൽ. സ്ട്രോബെറിയിലാണോ നാരങ്ങയിലാണോ ഏതിലാണ് ഷുഗർ കൂടുതൽ? അതായത് 100 ഗ്രാം സ്ട്രോബെറി, 100 ഗ്രാം നാരങ്ങ, ഇവ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏതിലാണ് ഗ്ലൂക്കോസിൻ്റെ, ഷുഗറിൻ്റെ അളവ് കൂടുതൽ എന്ന ചോദ്യം. ഇപ്പം ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങളിൽ ചിലർ പറയും നാരങ്ങയാണെന്ന്. പക്ഷെ അതിശയകരമല്ലേ? അതാണ് സത്യം. നാരങ്ങയിലാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതൽ. 100 ഗ്രാം സ്ട്രോബെറിയിലേക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് 100 ഗ്രാം നാരങ്ങയിലുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും നാരങ്ങയെ പുളി ഉള്ള ഒരു പഴമായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലേ? ഇറ്റ് ഈസ് എ സോർ ഫ്രൂട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സിട്രിക് ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ് നാരങ്ങയിൽ. അതിനാൽ അതിലടങ്ങിയിട്ടുള്ള ഷുഗേഴ്സിൻ്റെ ടേസ്റ്റ്, മധുരം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ 100 ഗ്രാം സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഗ്ലൂക്കോസ് 100 ഗ്രാം നാരങ്ങയിലുണ്ട്. എഴുതി വെച്ചോളൂ. അടുത്ത ഒരു കാര്യം ഞാൻ ഈയിടെ വായിച്ചതാണ്. മുട്ടയെക്കുറിച്ച് പലർക്കും സംശയമാണ്. പ്രമേഹ രോഗികൾ മുട്ട കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാമെങ്കിൽ ഏത് മുട്ടയാണ്? കോഴിമുട്ടയാണോ, താറാവ് മുട്ടയാണോ, കാടമുട്ടയാണോ, ഓസ്ട്രിച്ച് മുട്ടയാണോ, എമു മുട്ടയാണോ? പല 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 ഇനത്തിലും ഇപ്പം മുട്ടകൾ ലഭ്യമാണ് അല്ലേ? അങ്ങനെ കഴിക്കാമെങ്കിൽ തന്നെ ഏത് മുട്ട കഴിക്കാം, എത്ര കഴിക്കാം, എങ്ങനെ കഴിക്കാം? അത് പുഴുങ്ങി കഴിക്കണോ, ഓംലെറ്റ് വെച്ച് കഴിക്കണോ, ബുൾസൈ, സണ്ണി സൈഡ് അപ്പ്, ബുൾസൈ, ഹാഫ് ഫ്രൈ, ഫുൾ ഫ്രൈ, അങ്ങനെ ഏത് രൂപത്തിൽ കഴിക്കണം? ആൻഡ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? ഇതാണ് വർഷങ്ങളോളം, ഞാൻ നോക്കിയിട്ട് പതിറ്റാണ്ടുകളോളം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. അതിനാൽ കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലുള്ള വ്യക്തികൾ അപ്പം തന്നെ എന്താ ചെയ്യുക? ആദ്യം മുട്ടയെ അങ്ങോട്ട് ഉപേക്ഷിക്കും അല്ലേ? അതല്ലേ ചെയ്യുന്നത്. പക്ഷേ മുട്ട നല്ലൊരു ആഹാര പദാർത്ഥമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം വേണ്ട. പ്രമേഹ രോഗികളുടെ കാര്യം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. പ്രമേഹ രോഗികൾക്ക് മുട്ട നിഷിദ്ധമല്ല. ആ കാലഘട്ടമൊക്കെ മാറി, ആ അറിവൊക്കെ മാറി. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് പോലും ഒരു മുട്ട, ഒരു കോഴിമുട്ട, ഒരു മീഡിയം സൈസ്ഡ് കോഴിമുട്ട ഒരു ദിവസം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ഈ മഞ്ഞക്കരു എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചിലവർ വൈറ്റ് മാത്രം കഴിച്ചാൽ നല്ലതാണ്, മഞ്ഞക്കരു നല്ലതല്ല എന്നൊക്കെ കരുതി മഞ്ഞക്കരു കളയും പുഴുങ്ങിയ മുട്ടയുടെ. എന്നിട്ട് ഇവർ തന്നെ മുട്ടയുടെ ഓംലെറ്റ് അടിച്ച് കഴിക്കും കേട്ടോ. അത് വേറെ കാര്യം. അതിൽ മഞ്ഞക്കരുവും ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇവർ തന്നെ ബ്രെഡോ ബണ്ണോ കേക്കോ പേസ്ട്രിയോ ഒന്നും കഴിക്കുന്നില്ല. ഓക്കെ, കേക്കും പേസ്ട്രിയും കഴിച്ചില്ലെങ്കിലും ബണ്ണും ബ്രെഡും ഒക്കെ ഇവർ കഴിക്കും. അതിൽ മുട്ട ഉണ്ടെന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. മിക്കവാറും ബിസ്ക്കറ്റുകളിലൊക്കെ മുട്ടയുണ്ട്, അത് മറക്കണ്ട. അതായത് മിക്കവാറും നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബ്രെഡിൽ റൊട്ടി, ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, എല്ലാതും റസ്ക്, ഇതിലൊക്കെ മുട്ടയുണ്ട്. എഗ്ലെസ് വളരെ വളരെ ചുരുക്കമേ കിട്ടാറുള്ളൂ നമ്മുടെ നാട്ടിൽ. മുട്ട അതിൽ ചേർത്താൽ മാത്രമേ അതിനൊരു ടെക്സ്ചർ വരുള്ളൂ, അതുപോലെ ഒരു ഷൈനി കോട്ടിങ് പുറത്ത് വരുള്ളൂ ഭക്ഷണ പദാർത്ഥത്തിന്. അപ്പോൾ ഈ ബേക്ക്ഡ് ഐറ്റംസിൽ മിക്കവാറും എല്ലാത്തിലും മുട്ട ചേർക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ഇവർ പുഴുങ്ങിയ മുട്ടയിൽ നിന്ന് മഞ്ഞ മാത്രം എടുത്ത് കളഞ്ഞ് വെള്ള കഴിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്നത്. തെറ്റാണത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം.
വൈറ്റമിൻ ഡിയുടെ നാച്ചുറൽ സോഴ്സ് വളരെ ചുരുക്കമേ ഉള്ളൂ. അതായത് വെയിലേൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, ചർമ്മത്തിൽ അടങ്ങിയിട്ടുള്ള കോശങ്ങൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർമ്മ വേണം, വെയിലേൽക്കുമ്പോൾ. ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നേരിട്ട് വൈറ്റമിൻ ഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിരളമായിട്ടേ ഉള്ളൂ. അതിൽ വളരെ ചെലവ് കുറഞ്ഞ എന്നാലും ഫലപ്രാപ്തിയോടെ നമുക്ക് വൈറ്റമിൻ ഡി തരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട. അപ്പോൾ മുട്ട കഴിക്കാൻ ഇനി മുതൽ പേടിക്കേണ്ട, ഭയക്കേണ്ട ആവശ്യമില്ല. ഡയബറ്റിക്സിനും കോഴിമുട്ട ഒരെണ്ണം വീതം ദിവസേന കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത്ര എപ്പിസോഡ്സ് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി കാണുമല്ലോ അല്ലേ? അതായത് പ്രമേഹ രോഗികൾക്ക് ഒരു ഭക്ഷണ പദാർത്ഥവും യഥാർത്ഥത്തിൽ നിഷിദ്ധമല്ല. എന്നെ കാണാൻ വരുന്ന നൂറുകണക്കിന് പേഷ്യൻസ് എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിന് ഇഷ്ടമുള്ള, അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ഏറ്റവും താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ജീവിതം ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ്. സ്വയം ശിക്ഷിക്കാറില്ല, ഞാൻ അവരെ ശിക്ഷിക്കാറുമില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാവും. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു വിഷയം, മധുര പലഹാരം. പ്രമേഹ രോഗി എന്നറിയപ്പെടുമ്പോൾ ആദ്യം ഉപേക്ഷിക്കുന്ന മധുര പലഹാരമാണ് അല്ലേ? ചായയിലും കാപ്പിയിലും ഒക്കെ മധുരം അങ്ങോട്ട് ഒഴിവാക്കും. എന്നിട്ട് ഇവർ ആത്മസായുജ്യമണയും. അതായത് ഞാൻ മധുരമൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് ഷുഗറൊന്നും കയറുന്നില്ല, അതിനാൽ എൻ്റെ പ്രമേഹം നിയന്ത്രിക്കാം എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ഒരു ശരാശരി മലയാളി ഒരു ശരാശരി ഗുജറാത്തിയെ അപേക്ഷിച്ച് 10% മധുരമേ കഴിക്കാറുള്ളൂ. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ശരാശരി മലയാളി ഒരു വർഷം എത്ര തവണ മധുരം കഴിക്കും? ഒരു വിഷുവിന് കഴിച്ചാലായി, 1-2 ബർത്ത്ഡേ പാർട്ടീസിന് എന്തെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചടങ്ങുള്ളപ്പോൾ, പിന്നെ ഒരു ഓണത്തിന്, പിന്നെ മേ ബി ക്രിസ്മസിന് ഒരു വൈൻ കുടിച്ചാലോ ഒരു കഷ്ണം കേക്ക് കഴിച്ചാലോ ആയി. അത്രേ ഉള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ ഒരു ശരാശരി മലയാളി മധുരം കഴിക്കാറില്ല എന്ന് തന്നെ വേണം പറയാൻ. എവിടെയെങ്കിലും താലി മീൽസിന് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ കിണ്ണത്തിൽ ഇത്തിരി പായസം കിട്ടിയാലായി. അത് മാത്രമല്ല മലയാളി കഴിക്കാറുള്ള മധുരം. പിന്നെ ചായയിൽ കാപ്പിയിൽ എത്ര ചായ കുടിക്കും? ചായപ്രിയനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ദിവസം എത്ര ചായ കുടിക്കും? 5 കപ്പ് ചായ, അതിൽ ഓരോ സ്പൂൺ പഞ്ചസാര നിങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. അപ്പോഴും നിങ്ങൾ കാര്യമായ മധുരമൊന്നും കഴിക്കുന്നില്ല. ഒരു ശരാശരി ഗുജറാത്തി നേരം വെളുക്കും മുതൽ രാത്രി വരെ എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും ചേർക്കുന്നതാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. മധുരം ഇല്ലാതെ ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹത്തിനേക്കാളും വളരെ കൂടുതൽ എണ്ണ പ്രമേഹവും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ താരതമ്യേന കൂടുതൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡിലും ഇത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇവിടെ പറയാം, അരിഭക്ഷണത്തിൻ്റെ അമിതമായ കാർബോഹൈഡ്രേറ്റ്, ഒരു ദിവസം 24 മണിക്കൂറുള്ളിൽ നമ്മൾ കഴിയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതത്വം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള ഡയബറ്റോളജിസ്റ്റിൻ്റെയൊക്കെ നിഗമനം. അല്ലാണ്ട് മധുര പലഹാരം കഴിക്കുന്നതല്ല. അതായത് പ്രമേഹ രോഗികൾക്ക് മധുരം പൂർണ്ണമായിട്ട് നിഷിദ്ധമല്ല, ഓർമ്മ വെച്ചോളൂ. അപ്പോൾ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഇവിടെ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിനെ കുറിച്ച് നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ പറയേണ്ടായി. ഫ്രൂട്ട്സ് ഒരിക്കലും നിഷിദ്ധമല്ല പ്രമേഹ രോഗികൾക്ക്. പിന്നെ വേറൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, മിഠായി കഴിക്കാൻ പാടുണ്ടോ? എല്ലാ മിഠായിയും നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മിഠായി കൊണ്ടുവരുന്നു, ചില പ്രത്യേക തരത്തിലുള്ള സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് കൊണ്ടുവരുന്നു, യു ക്യാൻ എൻജോയ് ദം, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ആ ദിവസം നിങ്ങൾ ഭക്ഷണത്തിലും അരി ഭക്ഷണം വെട്ടിക്കുറയ്ക്കുക. ഓക്കെ. പിന്നെ അരിയും ഗോതമ്പും എന്നൊക്കെ ഒത്തിരി ചർച്ചകൾ നടത്താറുണ്ട്. എത്രയോ തർക്കങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എന്നോട് തർക്കിക്കാൻ വന്നിട്ടുണ്ട്, എത്രയോ പേര് എന്നോട് ഇതിനെക്കുറിച്ച് സംഭാഷണം നടത്താൻ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആഹാരം സംബന്ധമായ സംശയങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നെനിക്കറിയാം. നമുക്ക് ആർക്കും അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമില്ലല്ലോ ആഹാരം സംബന്ധമായ സംശയങ്ങൾ. നമുക്കെല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായി വേണ്ടി വരുന്നൊരു സംഭവമാണിത് അല്ലേ? നമ്മളെല്ലാവരും ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ആസ്വദിച്ച് വേണം ഒരു പ്രമേഹ രോഗിയും ജീവിക്കാൻ. ഒരിക്കലും സ്വയം ശിക്ഷിക്കേണ്ട, ഒരിക്കലും ഒരു രോഗിയാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ആ അറിവിൻ്റെ ബലത്തിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ജീവിതം വളരെ ആസ്വാദകരമാവും, വളരെ സുഖകരമായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി
നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.